സ്നേഹമുള്ളവരെ, മനുഷ്യൻ സമാധാനം ആഗ്രഹിക്കുന്നവനാണ്. അവൻ ചുറ്റുപാടുകളിൽ അനുദിന ജീവിതത്തിൽ സമാധാനം അന്വേഷിക്കുന്ന മനുഷ്യന് ശാശ്വതമായ സമാധാനം വേണോ? അവൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടാകണം. ആ ദൈവവുമായി ഒരു ബന്ധമുണ്ടാകണം. ദൈവവുമായി ബന്ധമുള്ള മനുഷ്യൻ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു സമാധാനം അനുഭവിക്കും. അതിന് ഒരു മനുഷ്യൻ ആദ്യമായി ചെയ്യേണ്ടത് ചുറ്റുപാടുകളിലേക്ക് നോക്കുക, ദൈവത്തെ കാണുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയം അവൻ്റെ 3 നോട്ടങ്ങളിലാണ്. 1 ഉള്ളിലേക്ക്, 2 മുകളിലേക്ക്, 3 ചുറ്റുപാടുകളിലേക്ക്. ആ 3 നോട്ടങ്ങൾ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും. ഉള്ളിലേക്ക്, മുകളിലേക്ക്, ചുറ്റുപാടുകളിലേക്ക്. നമ്മൾ നോക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെ കയ്യൊപ്പുകൾ കാണുമ്പോൾ എന്തിലും ഏതിലും ആത്മധൈര്യമുള്ള മനുഷ്യനായി മാറും. ദൈവം നമ്മോട് സംസാരിക്കുന്ന വിവിധങ്ങളായ വഴികളുണ്ട്. ദൈവസ്നേഹത്തിന് മുദ്ര കണ്ടെത്താനുള്ള വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്. അവയിൽ ഒന്നിനെ ഭാരതീയ ദർശനത്തിൽ പറയുന്ന വാക്ക് വൃക്ഷലതാദികൾ എന്നാണ്. മരങ്ങളിലൂടെ, വൃക്ഷലതാദികളിലൂടെ ഈശ്വര ചൈതന്യവും ഈശ്വരൻ്റെ ഇടപെടലും മനുഷ്യൻ ധ്യാനിക്കേണ്ടതുണ്ട്. എന്താണ് ഒരു മരം നമ്മളെ പഠിപ്പിക്കുക? ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുക. ഇതാണ് മരം പഠിപ്പിക്കുക. ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുക. ഒരു മരത്തിൻ്റെ വേര് ഭൂമിയിൽ ഊന്നി നിൽക്കുന്നു, പക്ഷെ മുകളിലേക്ക് ഉയരുന്നു. മനുഷ്യൻ ഭൂമിയിൽ പാദം ഊന്നി നിൽക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ, അവൻ്റെ ഹൃദയവികാരങ്ങൾ ദൈവത്തിലേക്ക് ഉയരണം. വൃക്ഷത്തിൻ്റെ ഉന്നത മേഖലകൾ ആകാശത്തിലേക്ക് വരുന്ന പോലെ മനുഷ്യൻ്റെ ഹൃദയവികാര വിചാരങ്ങൾ ദൈവത്തിലേക്ക് ഉയരണം. രണ്ടാമത്, വൃക്ഷത്തിൻ്റെ ചില്ലകൾ നാനാദിക്കുകളിലേക്ക് വെതറി നിൽക്കുന്ന പോലെ ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തികൾ, പരോപകാരങ്ങൾ അതുവഴി മനുഷ്യരിലേക്ക് പടരണം. ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരനിലേക്ക് വണ്ണം വെക്കുക. വൃക്ഷം മനുഷ്യന് ഒരുപാട് ചിന്തകൾ തരുന്നതാണ്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ സ്ത്രീബുദ്ധനായത് ഒരു വൃക്ഷത്തിൻ്റെ നിഴലിലാണ്. ബോധിവൃക്ഷത്തണൽ. ബോധിവൃക്ഷത്തണലിൽ സിദ്ധാർത്ഥൻ സ്ത്രീബുദ്ധനായി. പണ്ട് ഒരു വിശുദ്ധൻ ഫ്രാൻസിസ് അസീസി അദ്ദേഹം പറയുമായിരുന്നു, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് മുറിച്ചാൽ അതിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ പെറ്റുപെരുകുന്ന കൊമ്പാണെങ്കിൽ, തള്ളപ്പക്ഷി മുട്ടയിട്ട കൊമ്പാണെങ്കിൽ അത് മുറിക്കരുത്. ഒരു മരം മുറിച്ചാൽ അതിൻ്റെ അതേ വെറൈറ്റി മറ്റൊന്ന് നട്ടിരിക്കണം. അപ്പം വൃക്ഷങ്ങളെ നോക്കണം. ഇന്ന് ലോകത്തിൽ സ്വാഭാവിക നന്മകൾ മരിക്കുകയും തിന്മകൾ വളരുകയും ചെയ്യുന്ന കാലമാണ്. തുമ്പി, ശലഭം, പൂക്കൾ, പുഴകൾ, തോടുകൾ എല്ലാം വറ്റി ഇല്ലാതാവും. സ്വാഭാവിക നന്മയില്ല. അതേസമയത്ത് മൂട്ട, പാറ്റ, വണ്ട്, ഞണ്ട്, എലി ഇത് പെരുകും. തിന്മ പെരുകുകയും നന്മ ചുരുങ്ങുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ നന്മയെ സ്നേഹിക്കണം. ചെടികൾ നട്ടുവളർത്തണം, പൂക്കളെ നമ്മൾ ഓമനിക്കണം, സ്ഥലമുള്ളവർ മരങ്ങളെ വളർത്തിയെടുക്കണം. അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തിലേക്ക് വളരണം. വൃക്ഷലതാദികളിലൂടെ ദൈവത്തിലേക്ക് ഉള്ള ചിന്ത മനുഷ്യനിൽ ഉയരുമ്പോൾ അവൻ സമാധാനം അനുഭവിക്കും. അതുകൊണ്ടാണ് ഭാരതീയ മുനിമാർ വൃക്ഷത്തണലുകളിൽ തപസ് ചെയ്തവർ, ഗുഹയ്ക്കുള്ളിൽ പാപസ്വഭാവം അനുഷ്ഠിച്ചവർ. അവർക്കുണ്ടായ ഒരാന്തരിക സമാധാനമുണ്ട്. ആ സമാധാനം പ്രപഞ്ചത്തോട്, വൃക്ഷലതാദികളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമാധാനമാണ്. രണ്ടാമത് നമുക്ക് കാണാം ജീവജാലങ്ങൾ. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ ജീവജാലങ്ങളെ സ്നേഹിക്കും. എല്ലാ പക്ഷികളെയും, പറവകളെയും, പ്രാവിനെയും, കാക്കയും, സകലതയെയും മനുഷ്യൻ സ്നേഹിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ പ്രബോധനങ്ങളിൽ പറയുന്നു, കാക്കകളെ നോക്കുവിൻ, ആകാശ പക്ഷികളെ നോക്കുവിൻ, വയലിലെ ചെടികളെ നോക്കുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണിത് പ്രത്യേകത?
ആകാശപക്ഷി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. വയലിലെ പുല്ല് എന്ന് പറഞ്ഞാൽ അത് പരിപാലന. നമ്മൾ നട്ടുകളിപ്പിക്കുന്നതല്ല, മഴ പെയ്യുമ്പം പുല്ല് തന്നെ കിടത്ത് വരുന്നു, അത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. ആകാശപക്ഷി ചിറക് വിരിച്ച് പറക്കുന്നു, അതതിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, പരിപാലന, ഇതൊക്കെ നോക്കി നമ്മൾ ജീവിക്കണം. ജീവജാലങ്ങളുടെ സ്നേഹം നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ജീവജാലങ്ങൾ ധാരാളം മതി. ഓരോന്നും എന്തെല്ലാമാ നമ്മോട് സംസാരിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആളിനെ കാണുമ്പോൾ അണ്ണാൻ ദേഹത്ത് ഓടിക്കളിക്കും. തത്ത, മൈന, മാടത്ത കൊച്ചുപത്താനം പറയാൻ തുടങ്ങും. എന്നും മീൻ കൊണ്ടുവരുന്ന മീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ വികാരപ്രകടനം. താടിയിട്ട് തടവി, മീശയിട്ട് ഒരുമി, ടയറെ മിനുങ്ങി, കാലെ തിരുമി. എന്തൊരു സ്നേഹമാണ് പൂച്ച മീൻകാരനോട് കാണിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആൾ ഒരു തൊഴി കൊടുത്താലും പട്ടിക്കൊരു പ്രതിഷേധവുമില്ല. ഒരു ചമ്മിയ ചിരിയുമായി സാഷ്ടാപ്രണാമം ചെയ്ത് തൊഴിച്ചവൻ്റെ പാദത്തെ വീണ്ടും പട്ടി നക്കിക്കൊണ്ടിരിക്കും. ഒരു പട്ടിയുടെ സ്നേഹം. അപ്പോൾ ജീവജാലങ്ങൾ പഠിപ്പിക്കുന്നത് സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ മുദ്ര, ഒരു വലിയ അനുഭവമാണ് ജീവജാലങ്ങൾ നമുക്ക് തരിക. നമ്മൾ ഭാരതീയരാണ്. ഭാരതീയരായ നമ്മൾ കാണുന്ന വഴിയാണ് പഞ്ചഭൂതങ്ങൾ. ഭാരതീയ കാഴ്ചപ്പാടിൽ പഞ്ചഭൂതങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതിനെ ധ്യാനിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനം വരും. പഞ്ചഭൂതങ്ങൾ 5 എല്ലാവർക്കും അറിയാമല്ലോ. അത് മണ്ണ്, വെള്ളം, വായു, അഗ്നി, ആകാശം. ഇത് 5 പഞ്ചഭൂതങ്ങൾ. ഇത് ഓരോന്നും ദൈവം സംസാരിക്കുന്ന വഴിയാണ്. ഒന്ന് മണ്ണ്. എന്താണ് മണ്ണ്? ബൈബിൾ എന്ന ഇതിഹാസ ഗ്രന്ഥം പറയും, ചരിത്ര ഗ്രന്ഥം പറയും, ബൈബിൾ മനുഷ്യൻ മണ്ണാകുന്നു. കാരണം മനുഷ്യൻ മണ്ണിൽ പണിയുന്നവന്, മണ്ണിൽ വിയർപ്പ് ഒഴുകുന്നവന്, ഒന്നെങ്കിൽ അഗ്നിയെ ദഹിപ്പിച്ചും നിമജ്ജനം ചെയ്തുമൊക്കെ കല്ലറിൽ അടക്കിയുമൊക്കെ മണ്ണിലേക്ക് മടങ്ങുന്നവന്. ഇപ്പം മണ്ണിൻ്റെ സ്വഭാവം കാണിക്കണം. ഇപ്പം മണ്ണിൻ്റെ സ്വഭാവം കാണിച്ചോ നമുക്ക് സമാധാനം ഉണ്ടാവും. 2 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒന്ന് മണ്ണ്, 2 പാറ. പാറയുടെ പ്രത്യേകത, ഒരു ചീഞ്ഞ മുട്ട പാറയ്ക്കിട്ടെറിഞ്ഞാൽ അത് പൊട്ടിച്ച് എറിഞ്ഞവൻ്റെ മോന്തയ്ക്കിട്ടെറിയും, അത് പാറ. ഒരു നല്ല ആപ്പിൾ എറിഞ്ഞാലും അത് പൊട്ടിച്ച് മുഖത്തേക്ക് തിരിച്ചെറിയും, അത് പാറ. ചീമട്ട എറിഞ്ഞാലും നല്ല ആപ്പിൾ എറിഞ്ഞാലും അതുപോലെ തിരിച്ചെറിയും, പാറ. ചില മനുഷ്യർ പാറയാ, ഒരു തെറി പറഞ്ഞോ 10 തിരിച്ചു പറയും. എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നോ തോന്നിയ ബഹളങ്ങൾ ഒക്കെ കാണിക്കും. പാറയുടെ നീചമായ പ്രതികരണമാണ്. പക്ഷെ മനുഷ്യൻ മണ്ണാണ്. മണ്ണിൻ്റെ പ്രത്യേകത, ഇളക്കി മറിച്ചിട്ട് മണ്ണിലേക്ക് ഒരു ചീഞ്ഞ മുട്ടയെറിയുക, മണ്ണ് സ്വന്തം മാറിൽ മുട്ടയെ സ്വീകരിക്കും. ഒരാപ്പിൾ എറിയുക, മണ്ണ് ആപ്പിളിനെയും സ്വന്തം മാറിൽ സ്വീകരിക്കും. എന്നിട്ട് ചീമട്ടയെ വളമാക്കി ആപ്പിളിനെ ഫലമാക്കി നൽകും. ഇതാണ് മണ്ണ് പഠിപ്പിക്കുന്ന പാഠം. ചീത്ത പിടിക്കുന്ന ഭർത്താവിനെ നോക്കി ചിരിക്കാൻ പഠിക്കുന്ന ഭാര്യ, പൊട്ടിത്തെറിക്കുന്ന ഭാര്യയെ നോക്കി ശാന്തമായി നിൽക്കുന്ന ഭർത്താവ്, ധിക്കരിക്കുന്ന മക്കളെ നോക്കി സമന്വയത്തോടെ നിൽക്കുന്ന ഒരു പിതാവ്, മാതാവ്. ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ലോകത്ത് ശോഭിക്കാനും പൊട്ടിത്തെറിക്കാനും കോപിക്കാനും ഒരുപാട് അവസരം വരുമ്പോൾ മണ്ണുപോലെ ശാന്തമാകണം, എല്ലാറ്റിനും ഉൾക്കൊള്ളണം. ദിവസം ഈശ്വരൻ നമ്മളെ ചിന്തിപ്പിക്കുന്നു. മണ്ണ്. രണ്ടാമത്തേത് വെള്ളമാണ്. എന്താ വെള്ളത്തിൻ്റെ പ്രത്യേകത? കഴുകണം, ശുദ്ധീകരിക്കണം. ബക്കറ്റിലെ വെള്ളം, ടാപ്പിലെ വെള്ളം, നമ്മുടെ ഓലിയിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഈ വെള്ളമൊക്കെ കഴുകാനെടുക്കാൻ പറ്റും. അതുകൊണ്ട് പുറത്തെ വെള്ളം കൊണ്ട് തുണിയിലെ ചെളി കഴുകാം, പാത്രം കഴുകാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് എൻ്റെ ക്യാരക്ടർ, എൻ്റെ സ്വഭാവത്തെ കഴുകണം. അതാണ് കണ്ണുനീര്. തെറ്റുപറ്റിയാൽ നിറയുന്ന കണ്ണുകൾ, ആ കണ്ണുനീരിലൂടെ എൻ്റെ പാപങ്ങളെയാണ് കഴുകുക. വെള്ളം പറയുന്നു, നിരന്തരം കഴുകപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക. 3 നമ്മൾ കാണുന്നു. മൂന്നാമത്തേത് വായുവാണ്. വായു പറയുന്നു, മകനെ മകളെ അനങ്ങാപ്പാറ പോലിരിക്കരുത്, അധ്വാനിക്കണം. വായു ഉള്ളതുകൊണ്ട് പക്ഷി പറക്കുക, വായു ഉള്ളതുകൊണ്ട് വണ്ടി കുതിക്കുക, വായു ഉള്ളതുകൊണ്ട് വിമാനം പറന്നു പോവുക. വായു
ചലിപ്പിക്കും, നിരന്തരം ചലിപ്പിക്കും. വായുവിനെ നോക്കി പഠിക്കേണ്ട പാഠം ചുമ്മാ മടി പിടിച്ചിരിക്കരുത്, അലസത പിടിച്ചിരിക്കരുത്. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്ത് പരമാവധി അധ്വാനിച്ച് ജീവിതം പൂർത്തിയാക്കണം. അലസതയരുത്, അധ്വാനം വേണം. മടിയരുത്, ഉത്സാഹം വേണം. എന്നാണ് വായു പഠിപ്പിക്കുക. ഇപ്പോൾ 1 മണ്ണ്, 2 വെള്ളം, 3 വായു, 4 അഗ്നി. അഗ്നി ചൂട് പിടിപ്പിക്കും. അഗ്നി ചൂട് പിടിപ്പിക്കും. ഉള്ളിൽ ഒരു ചൂട് വേണം. ചുമ്മാ ചൂടാകുന്ന സ്വഭാവമല്ല, ഒരു ഉണർവ്, സ്വപ്നം, ഉന്മേഷം. ഉള്ളിൽ ചൂടില്ലാത്ത മനുഷ്യൻ തണുത്ത് മരിച്ചു പോയ മനുഷ്യനാണ്. ഉള്ളിൽ ചൂടുള്ള മനുഷ്യനോ നല്ല ഉന്മേഷമുള്ള മനുഷ്യരാണ്. നമ്മുടെ ചൂടാണ് സ്വപ്നങ്ങൾ. ഒരപ്പന് ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് സ്വപ്നം വേണം. ഒരമ്മയ്ക്ക് ഭർത്താവിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നം വേണം. ഒരച്ഛന് ലോകത്തെക്കുറിച്ച് സ്വപ്നം വേണം. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെക്കുറിച്ച് സ്വപ്നം വേണം. ഡോക്ടർക്ക്, നേഴ്സിനും കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നം വേണം. സ്വപ്നമുണ്ടോ അത്ഭുതം നടക്കും. ഷാജഹാൻ ചക്രവർത്തിക്കൊരു സ്വപ്നം, മരിച്ചുപോയ പ്രാണപ്രേയസി മുംതാസിന് ഒരു ശാശ്വത സ്മാരകം. സ്വപ്നത്തിൽ കണ്ടതുപോലെ പണിതു വിശ്വവിസ്മയമായ ആഗ്രയിലെ താജ്മഹൽ. ഒരു ഫറവോനൊരു സ്വപ്നം, അപ്പൻ്റെ കല്ലറ. സ്വപ്നം പോലെ പ്രവർത്തിച്ചു മഹാത്ഭുതങ്ങളായ ഈജിപ്ഷ്യൻ പിരമിഡ്. നമുക്കും വേണം സ്വപ്നം, നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ചെയ്യുന്ന പണികളെക്കുറിച്ച്. അതാണ് അഗ്നി. ഉള്ളിൽ അഗ്നി വേണം. 5 ആകാശം. എന്താ ആകാശം? എൻ്റെ മുഖത്ത് തുറന്നിരിക്കുന്ന 2 കണ്ണുകൾ എൻ്റെ ആകാശം. ഒരു കണ്ണടഞ്ഞോ ആകാശം പകുതിയായി, 2 കണ്ണും അടഞ്ഞോ പിന്നെ അന്ധതയാണ്, ആകാശമില്ല. നമ്മൾ തുറന്നു പിടിച്ച കണ്ണിന് മുമ്പിൽ ഈശ്വരൻ കൊണ്ടുവരുന്ന പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം. ചെറുതും വലുതുമായ സഹായം പാവങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ പാവങ്ങൾക്ക് കൊടുത്ത് എൻ്റെ ആകാശം വിശാലമാകണം. എൻ്റെ കാലിൽ ഒരു പകൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ചിരിച്ചാൽ നിങ്ങൾ പറയും, അച്ഛൻ്റെ കാലിൽ കുഷ്ഠം ചൂടോളം വീണിട്ട് പൊള്ളുന്നില്ല. ഒരു മനുഷ്യൻ്റെ വിശപ്പും വേദനയും കണ്ട് എൻ്റെ ഉള്ളലിയുന്നില്ലെങ്കിൽ അത് ഹൃദയത്തെ ബാധിച്ച കുഷ്ഠം. അപ്പോൾ നമ്മുടെ ഹൃദയം അരിയണം, മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്ത് കടന്നു പോകണം. പഞ്ചഭൂതങ്ങൾ പഠിപ്പിക്കുന്നു. ദിവസത്തിൻ്റെ നല്ല ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ പഠിപ്പിക്കുന്ന പാഠം സ്വന്തമാക്കാം. വൃക്ഷലതാദികളും ജീവജാലങ്ങളും പഠിപ്പിക്കുന്ന പാഠം സ്വന്തമാക്കാം. ചുറ്റുപാടുകളെ നോക്കി ധ്യാനിച്ച് നന്മയിൽ വളർന്ന് സമാധാനം അനുഭവിക്കാനും സമാധാനം കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.